ഇന്ന് ഈ പെരുമഴയത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കട്ടിലിൽ ചുരുണ്ടുകൂടിയ ഞാൻ എന്ത് കണ്ടന്റ് തരും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് നാൾ മുമ്പ് ഷൂട്ട് ചെയ്ത് ഒരു കൺമഷി എങ്ങനെ വരയ്ക്കാം എന്നുള്ള വീഡിയോ ഇടാം എന്ന് ഞാൻ ആലോചിച്ചത്. കുറച്ച് നാളെന്ന് വെച്ചാൽ ഒരുപാട് പഴയതൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഈ സാരി ഉടുത്തപ്പം കൺമഷി എഴുതിയത് ഞാൻ ഷൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഞാനാണെങ്കിൽ കണ്ണുണ്ടല്ലോ നല്ല തിക്കായിട്ടാണ് എഴുതുന്നത്. അപ്പം കുറച്ച് പേരൊക്കെ ചോദിച്ചു എങ്ങനെയാണ് എഴുതുന്നതെന്ന്. അപ്പം ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐ പെൻസിൽ എടുത്തിട്ട് കണ്ണിൻ്റെ വാട്ടർ ലൈൻ നല്ലോണം വരയ്ക്കുക. അത് ഇച്ചിരി മെസ്സി ആയിട്ടിരുന്നാലും സാരമില്ല. ഞാൻ കണ്ണ് അടച്ചു പിടിച്ചൊക്കെ വരയ്ക്കും കേട്ടോ. അപ്പോൾ മേളിലും ഒരു മേളിലത്തെ വാട്ടർ ലൈനിൽ ഒരു വര വീഴും. പിന്നെ ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് സ്മഡ്ജ് ലൈക്ക് ദർ ഇസ് നോ ടുമോറോ. ശരിക്കും നല്ലോണം സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് എത്രത്തോളം തിക്കായിട്ട് വേണോ അത്രത്തോളം സ്മഡ്ജ് ചെയ്യുക. സ്മഡ്ജ് 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 അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ കണ്ണെഴുതുമായിരുന്നു. ഈ ഐടെക്സിൻ്റെ മറ്റേ ചെറിയ ചെപ്പിൽ കിട്ടുന്ന കൺമഷിയില്ലേ, അതൊക്കെ ഇട്ട് എഴുതുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരിക്കലുണ്ടല്ലോ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പം അവർ മേളിൽ കണ്ണെഴുതിയിരിക്കുന്നു, മീൻസ് കണ്ണിൻ്റെ മേളിൽ. അപ്പം ഞാൻ അന്ന് കൊച്ചുകുട്ടിയാണ്, ഞാൻ വിചാരിച്ചു ഷെടാ ഇതിപ്പോൾ എങ്ങനെയാണാവോ. അന്നാണെങ്കിൽ ഈ കോസ്മെറ്റിക് ആയിട്ടുള്ള സാധനങ്ങളെ പറ്റി ആർക്കും ഒരു പിടിയില്ല, എൻ്റെ അമ്മയ്ക്കൊന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ കരുതി മേളിലും കൺമഷി തന്നെയാണ് എഴുതേണ്ടതെന്ന്. അങ്ങനെ മേളിൽ കൺമഷി എഴുതി സ്കൂളിൽ ചെന്നപ്പോൾ ഞാൻ ശരിക്കും ഒരു പാൻറ്റ പോലെ ഇരുന്നു. പിന്നീട് കുറച്ച് വലുതായി കഴിഞ്ഞിട്ടാണ് അത് ഐലൈനർ ആണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. എനിവേസ് ഇത് സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ണാടി നോക്കി ഏതെങ്കിലും ഗ്യാപ്പ് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. വീണ്ടും പെൻസിലെടുത്ത് വാട്ടർ ലൈൻ ഒന്നുകൂടെ ടൈറ്റായിട്ട് വരയ്ക്കുക. അത് ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് സ്മഡ്ജ് ആയിക്കൂടല്ലോ, അതിന് നമ്മൾ ഏതെങ്കിലും ഒരു ഐ ഷാഡോ എടുത്തിട്ട് ബ്ലാക്ക് അല്ല ബ്രൗൺ കളറാണ് ചൂസ് ചെയ്യേണ്ടത്. ഞാനിതിൽ ഏതെങ്കിലും ഒരു ബ്രൗൺ കളർ ചൂസ് ചെയ്തിട്ട് ഈ കണ്ണിൻ്റെ അടിയിൽ വരച്ച സ്ഥലത്ത് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കും. നമ്മൾ പൗഡർ ഇടുന്ന ഒരു എഫക്റ്റാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് ഈ വരച്ച ഐ പെൻസിലിൻ്റെ കാജലെല്ലാം ഒന്ന് പാക്ക് ഇൻ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കും. ഇത് തന്നെ മറ്റേ കണ്ണിലും ചെയ്യുക. ഞാനിങ്ങനെ കണ്ണെഴുതുന്നത് കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഡാൻസർ ആണോ എന്ന്. ചെറുപ്പത്തിൽ കുറച്ച് നാൾ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇപ്പം ഞാൻ ഡാൻസ് ഒന്നും കളിക്കാറില്ല. എനിക്കെന്തോ കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാ? നിങ്ങൾക്കും കണ്ണെഴുതാൻ ഇഷ്ടമാണോ? ഇപ്പം ഞാൻ കുറച്ചുകൂടെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ് ഇടുന്നതെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സ്മഡ്ജ് ചെയ്തത് കുറച്ച് സ്മഡ്ജ് ചെയ്യും, ലൈക്ക് കുറച്ചുകൂടെ തിന്നായിരിക്കും, ബട്ട് ഓഫ് കോഴ്സ് സ്മഡ്ജ് ചെയ്തിരിക്കും. ഇത്രയും തിക്കായിട്ടായിരിക്കില്ല കണ്ണെഴുതുക. ജസ്റ്റ് വാട്ടർ ലൈനിൽ വരച്ചിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് വിടും. Now you can finish this look by applying loads of mascara. ഒരു 2 കോട്ട് മസ്കാര എങ്കിലും ഇടുക. മസ്കാര ഇടുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ചെറിയ വിഗിൾ കൊടുക്കണം കേട്ടോ കണ്ണിൻ്റെ പീലിക്ക്. ഇത് നിങ്ങളുടെ ഐലാഷസ് എല്ലാം സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഗിൾ കൊടുക്കുന്നത്. ആദ്യം ഒരു കണ്ണിൻ്റെ മുകളിലത്തെ ലാഷസ് വരയ്ക്കുക, അത് കഴിഞ്ഞ് അടുത്ത കണ്ണിൻ്റെ മുകളിലത്തെ ലാഷസ് വരയ്ക്കുക. റിപ്പീറ്റ് ദ പ്രൊസീജിയർ സോ ദാറ്റ് യു ഗെറ്റ് 2 കോട്ട്സ് ഓഫ് മസ്കാര ഓൺ ഈച്ച് ഐ. അത് കഴിഞ്ഞിട്ട് താഴെ ഉള്ള പീലികളിൽ വരച്ചു കൊടുക്കുക. മസ്കാര താഴെ ഇടാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ അത് വിട്ടു പോകരുത്. ബിക്കോസ് മേളിലും താഴെയും മസ്കാര ഇട്ടാലേ കണ്ണ് നല്ല ഓപ്പൺ അപ്പായി നല്ലൊരു അവേക്ക് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുള്ളൂ. പിന്നെ ഞാൻ മസ്കാര ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ മൂക്കിലൊക്കെ പറ്റിയിട്ടുണ്ടാവും. ഈ മൂക്കിൽ പറ്റിയ മസ്കാരയും പിന്നെ ഐ ഷാഡോ പൊടിഞ്ഞ് ഇച്ചിരി കണ്ണിൻ്റെ അടിയിൽ വീണതും ഒക്കെ ഒരു തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രഷോ ഒക്കെ ഉപയോഗിച്ച് തുടച്ച് മാറ്റുക. ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ പുരിക എഴുതാറുണ്ടോ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഞാൻ പുരിക ഒന്നും ചെയ്യാറില്ല. എൻ്റെ നാച്ചുറലി തിക്കായിട്ടുള്ള ഐബ്രൗസ് ആണ്. ഞാൻ റെഗുലറായിട്ട് ഷേപ്പ് ചെയ്യാറുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെന്താ, ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു പൊട്ടെടുത്ത് വെച്ച് നോക്കുക. മുകളിലോട്ട് വെക്കുമ്പോൾ അത് അത്ര ശരിയായിട്ടില്ലെങ്കിൽ പതുക്കെ അതിനെ താഴോട്ട് വെച്ച് നോക്കുക. ഏതാണോ നിങ്ങളുടെ ഫേസിന് സൂട്ടാവുന്നത് അത് ചെയ്യുക. ഇനി ഒരു കുഞ്ഞു വട്ടപ്പൊട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വെക്കുക. പിന്നെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പം കാണാൻ നല്ല ലുക്കായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ ലുക്കില്ലേ? ദൈവമേ, നിങ്ങൾ പറഞ്ഞേ, ലുക്കുണ്ടോ ലുക്കില്ലേ?